This is limited edition. ഈ പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമേ പരസ്യപ്രചാരണത്തിന് കിട്ടുന്നുള്ളൂ. മെയ് 4 ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ മെയ് 15 പുതിയ മന്ത്രിസഭ സ്ഥാനമേൽക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ നിയമസഭയുടെ കാലാവധി മെയ് 23 അവസാനിക്കുന്നു. ഇലക്ഷനെ പറ്റിയും ഇലക്ഷൻ പ്രചരണത്തെപ്പറ്റിയും ഒക്കെ നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് പ്രൊഫസർ ജി ഗോപകുമാർ. അദ്ദേഹം കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു. അതിനു മുമ്പ് കേരള യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസസിൻ്റെ മേധാവിയായിരുന്നു. വളരെ കാലം, ഏകദേശം 40 വർഷത്തോളം അധ്യാപകനായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം ഡൽഹി ആസ്ഥാനമായുള്ള സെൻറ്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസുമായിട്ട് ചേർന്ന് കേരളത്തിൻ്റെ പല ആവൃത്തിയുള്ള ഇലക്ഷൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോട് നമുക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഇലക്ഷൻ പോക്ക് ചോദിക്കാം. സാർ, കുറേ കാലം ഇലക്ഷൻ സ്റ്റഡി നടത്തിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഇതിൻ്റെ ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദിസ്? അതിന് മുമ്പായിട്ട് സാറിനെ എനിക്ക് എല്ലാ ഇതുവരെ പറഞ്ഞ കാര്യം എല്ലാ ക്വാളിഫിക്കേഷനേക്കാളും കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്, യു ആർ എ സെഫോളജിസ്റ്റ്. ആൻഡ് സെഫോളജി ഈസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഇലക്ഷൻസ് ആൻഡ് വോട്ടർ ബിഹേവിയർ. അപ്പോൾ യു ആർ ദ മോസ്റ്റ് ആപ്റ്റ് പേഴ്സൺ ടു ടെൽ us ടുഡേ. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സാർ ഈ ഇലക്ഷൻ 2026 ഇലക്ഷൻ? രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാം. ഒന്ന്, ബൈപ്പോളറായി രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ മാത്രം മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മുൻകാലങ്ങളിലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, സാങ്കേതികപരമായിട്ടൊരു മൂന്നാം മുന്നണി ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് ശക്തിയായിട്ട് 3 മുന്നണികളും ബലാബലം പരീക്ഷിക്കുന്നത്. ആ നിലയ്ക്ക് ട്രൈപോളാർ ഇലക്ഷനാണ്. 3 മുന്നണികളുടെയും അന്തസ്സിൻ്റെ മത്സരമാണ്, ഭാവിയുടെ മത്സരമാണ്. കേരളത്തിൻ്റെ പുതിയ ഭരണ സംവിധാനം എങ്ങനെ വരണമെന്നുള്ളത് പരിശോധിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ആ 3 മുന്നണികളും മത്സരിക്കുന്നത് കൊണ്ട് തികച്ചും അപ്രവചനീയമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് എത്തി. അതാണ് ഒന്ന്. രണ്ടാമത്, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കഷ്ടിച്ച് 23 ദിവസമേ ഇനി ബാക്കിയുള്ളൂ. ഇതുപോലെ ഇത്ര ഷോർട്ട് ടൈമിൽ ഒരു തിരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നിർത്തുകയും ചെയ്യേണ്ടി വരുന്ന വളരെ ടൈറ്റായിട്ടുള്ള ഒരു ടൈമിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഞാനത് രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് കാണും. ഇതാണ് എനിക്കിത് രണ്ടും പ്രത്യേകമായിട്ട്. 1970 ആ സമയത്ത് ഇങ്ങനെ വളരെ ഷോർട്ട് സ്പെല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു അങ്ങനെ മുമ്പൊരു സമയത്ത് എന്നാലും ഇത്ര കുറച്ചില്ല. ഓക്കെ സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റ്, ബൈപ്പോളർ അല്ല, ട്രൈപോളർ. പക്ഷെ അതെങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? കാരണം കഴിഞ്ഞ പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDAക്ക് കിട്ടിയത് ഏകദേശം 15%, ഏകദേശം കുറച്ച് കുറവാണ്. അത്ര മാത്രമുള്ള സാന്നിധ്യമുള്ള NDA എങ്ങനെയാണ് ഒരു സ്ട്രിക്റ്റ് ഒരു അക്രോസ് 140 കോൺസ്റ്റിറ്റ്യുവൻസീസ്, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഹൗ ക്യാൻ ദേ പുട്ട് അപ്പ് ഒരു ട്രയാങ്കുലർ കോൺടെസ്റ്റിനുള്ള സാന്നിധ്യമുണ്ടോ അവർക്ക്? ഈ 3 മുന്നണികളും കൃത്യമായിട്ട് 33% നിൽക്കുന്നത്. ശരി. പക്ഷേ 3 മുന്നണികൾക്കും പാരമ്പര്യവുമുണ്ട്, ചരിത്രവുമുണ്ട്, വികാസവുമുണ്ട്. ഇപ്പോൾ മൂന്നാമത് നിൽക്കുന്ന മുന്നണിയാണ് NDA. അവർ 1%, 2% വോട്ട് പിടിച്ച് 7% കഴിഞ്ഞ് 9, 11 ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് 20-നടുത്തെത്തി. അത് റെക്കോർഡായിരുന്നു. ഒരു ലോക്സഭാ സീറ്റും വിജയിച്ചു. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ ഗണ്യമായ പുരോഗതി നേടുകയും ചെയ്തു. അത് കഴിഞ്ഞ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഏതാണ്ട് 4% കുറവ് വന്നു. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോട് അടുത്ത് നിൽക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ് അസംബ്ലി തിരഞ്ഞെടുപ്പ്. പക്ഷേ വ്യത്യാസമുള്ളത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ NDAക്കോ BJPക്കോ ഉള്ള അടിസ്ഥാന ശക്തി, ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കുറവായിരുന്നെങ്കിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർഗനൈസേഷണൽ മെഷീനറി ശക്തമാണ്. അത് മുമ്പും ശക്തമായിരുന്നു, പക്ഷേ അന്ന് ഇത്രയും ജനകീയത ഉണ്ടായിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ NDA ഭരിക്കുമെന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ ത്രികോണ മത്സരം ശക്തമായതുകൊണ്ട്
പരമ്പരാഗതമായി മുന്നിൽ നിൽക്കുന്ന രണ്ട് മുന്നണികൾക്ക് അവരെടുക്കുന്ന നിലപാടുകൾ എന്തായിരിക്കും, എങ്ങനെ അവർക്ക് കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാം എന്നുള്ളൊരു വെല്ലുവിളി. മറ്റത് രണ്ട് മുന്നണികൾ മാത്രമുണ്ടായിരുന്നപ്പോൾ സാങ്കേതികപരമായിട്ട് BJP മുന്നണി അവിടെ ഉണ്ടെങ്കിലും പലപ്പോഴും അവർ ആരോപിച്ചിരുന്നത് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. ആ വോട്ട് ട്രാൻസ്ഫറിൻ്റെ ഗുണം ഇതിലേതെങ്കിലും ഒരു മുന്നണിക്ക് കിട്ടും. ഇത്തവണ NDAക്കോ BJPക്കോ ചെയ്യാൻ പറ്റില്ല, LDFന് UDFന് കൊടുക്കാൻ പറ്റില്ല, UDFന് LDFന് കൊടുക്കാൻ പറ്റില്ല. കാരണം ഭരണം പോവും. ഒരു കൂട്ടർക്ക് ഭരണം പോവും, മറ്റൊരു കൂട്ടർക്ക് ഭരണം കിട്ടാനുള്ള അവസരം പോവും. അപ്പം അവരവരുടെ ശക്തി കാണിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശക്തമായ ട്രൈപോളാർ എന്ന് പറയുന്നത്. അപ്പം സാർ പറയുന്നത് 2026 ഒരു വാട്ടർ ഷെഡ് ഇലക്ഷൻ അല്ലേ? കാരണം നമ്മുടെ 4 വാട്ടർ, അങ്ങനെയാണ് ഇതിനു മുമ്പ് 3 വാട്ടർ ഷെഡ് ഇലക്ഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന് 1957 when you got a communist ministry through the ballot ല്ലേ. രണ്ടാമത്തേത് 1980 when you got this ഈ ബൈപോളാർ മുന്നണിയുടെ LDF UDF. പിന്നെ ഉണ്ടായത് 2021 when you bucked the trend and a re-election. Exactly. അല്ലേ? So you are going to see, this is your very strong point. This is going to be a watershed election. അതെ, അത് മാത്രമല്ല അതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ഭരണം നഷ്ടപ്പെട്ടാലും 10 കൊല്ലം ഭരിച്ച് റെക്കോർഡോടുകൂടിയായിരിക്കും ഇടതുപക്ഷം പുറത്തു പോകുന്നത്. ജയിച്ചാലാവട്ടെ 3 തവണ ജയിച്ചു എന്നുള്ള റെക്കോർഡ് ഉണ്ടാവും. മറുവശത്ത് UDFന് ഭരണം വീണ്ടും കിട്ടാതെ വന്നാൽ തുടർച്ചയായി 3 തിരഞ്ഞെടുപ്പ് തോറ്റ് റെക്കോർഡുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും ഈ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാമുഖ്യമാണ്. ഇത് പറയുമ്പോഴേ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അത് ഇതംപ്രദമായി UDFന് വലിയൊരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടി. തീർച്ചയായിട്ടും ജില്ലാ കൗൺസിൽ നമ്മൾ പറയുന്നില്ല, 7 ജില്ലാ പഞ്ചായത്തിന്. പക്ഷേ കോർപ്പറേഷൻ വന്നപ്പോഴത്തേക്ക് LDFന് ഇപ്പോൾ ഒരു കോർപ്പറേഷനെ കഴിയുള്ളൂ, 1 BJPയുടെ കയ്യിലാണ്, 4 UDFനാണ്. പഞ്ചായത്തുകൾ വരികയാണെങ്കിൽ 500 മുകളിലുണ്ട്, 530 UDFന്. അപ്പോൾ ഇത് നമ്മൾ എന്താ സാറ് ഈ സയന്റിഫിക് ടേമിൽ പറയുന്നത്, ഇത് വെച്ചിട്ട് എന്തെങ്കിലും എക്സ്ട്രാപൊലേഷൻ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് നടത്താൻ പറ്റുമോ? ഒരു പരിധി വരെ പറ്റുമെന്നാണ് തോന്നുന്നത്. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും തമ്മിലൊരു ജൈവ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊട്ട് പിറകിലാണ്. ഒരു 90 ദിവസം പോലും ഇല്ല, അതിനിടയ്ക്കാണ് അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഈ 90 ദിവസത്തിനിടയ്ക്ക് അത്ഭുതകരമായ രാഷ്ട്രീയ വ്യത്യാസങ്ങളോ വളർച്ചയോ ഉണ്ടായാൽ മാത്രമേ അതിനെ തടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വന്ന ഫ്ലോ, പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ അല്ലെങ്കിൽ ഭരണ അനുകൂല വികാരമാണെങ്കിൽ, എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കണ്ട ഇമ്പാക്റ്റ് പൊടുന്നനവേ അപ്രത്യക്ഷമാവില്ല. ഇല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാണ് നടക്കണമെങ്കിൽ കാറ്റൊക്കെ പോയി അതിൻ്റെ ആ കാലാവസ്ഥ മാറി. ഇവിടെ കണ്ടക്സ്റ്റിൽ വലിയ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാപൊലേഷൻ നമുക്ക് നടത്താൻ ഒരു പരിധിവരെ പറ്റും. അത് വളരെ വ്യക്തമല്ല UDFന് ഇത്രയും ആത്മവിശ്വാസം കിട്ടിയത് എന്തുകൊണ്ടാണ്. ഇന്ന് വരെ പഞ്ചായത്തിൽ 30 വർഷമായിട്ട് ജയിക്കാത്ത UDF വളരെ അത്ഭുതകരമായിട്ട് ഇടത് കോട്ടകളിൽ വിജയിച്ചു. വളരെ പ്രശസ്തമായ ഇടതുപക്ഷ കോട്ടകളിലെ കോർപ്പറേഷൻ വിജയിച്ചു. 533 ഗ്രാമപഞ്ചായത്ത് കിട്ടി. അപ്പോൾ ഗ്രാസ് റൂട്ടിൽ പോലും UDF ഇത്രയും ശക്തമായി. അവരുടെ പ്രവർത്തന മികവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിൻ്റെ ഫലമാണ്. സ്വർണ്ണക്കൊള്ളയുടെയൊക്കെ ആരോപണ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്തുണ്ടായ തിരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞ് എത്ര മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക്. ആ മാറ്റമേ ഈ എക്സ്ട്രാപൊലേഷന് നമുക്ക് തടസ്സമായിട്ട്. 2 മാസത്തെ മാറ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രീ പോൾ സർവേസ് ഉണ്ടല്ലോ. പ്രീ പോൾ സർവേസ് ആദ്യം UDFന് ഒരു വലിയ എഡ്ജ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇതിങ്ങനെ നമ്മൾ ഇലക്ഷനോട് അടുക്കുമ്പോഴത്തേക്കായിട്ട് ഇത് ആ ഗ്യാപ്പ് നാരോ ആയി വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, ഈ പ്രീ പോൾ സർവേ ആണെങ്കിലും ബാക്കി എന്തൊരു സർവേ ആണെങ്കിലും ഈ സാധാരണ ഒരു വോട്ടറിന് ഇതുകൊണ്ട് എത്രമാത്രം ക്രെഡിബിൾ ആണത്, എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പോൾ സർവേസ് എല്ലാം വളരെ കമേഴ്ഷ്യലൈസ്ഡും വളരെ പൊളിറ്റിസൈസ്ഡുമാണ്. ഇപ്പം ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഒരു ടേബിളൊക്കെ കാണിച്ച് ഇത്ര പാർട്ടി ഇന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേരത് വിശ്വസിക്കും. ആ വിശ്വാസ്യതയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്ന പ്രീ പോൾ സർവേകളൊന്നും വിലക്കെടുക്കണ്ട. കാരണം അതൊന്നും ഒരു ക്രെഡിബിളായ ഒരു ഓർഗനൈസേഷൻ നടത്തിയ സർവേ അല്ല. അതുകൊണ്ട് തന്നെ ഈ സർവേകളുടെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടും. ഞങ്ങളൊക്കെ താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അക്കാഡമിക് സർവേ ചെയ്ത് കുറച്ച് സമയമെടുത്ത് ബുദ്ധിമുട്ടെടുത്ത് നമുക്ക് ധൃതിയില്ലാതെ അക്കാഡമിക്കായിട്ട് സർവേ ചെയ്ത് ഗ്രന്ഥങ്ങൾ എഴുതാനും ലേഖനങ്ങൾ എഴുതാനും ഒക്കെ ഉപയോഗപ്പെടുത്തിയവരാണ്. അതുപോലെയല്ല ഇപ്പോഴത്തെ മാധ്യമങ്ങൾ. പുതിയ മാധ്യമങ്ങൾ ഒട്ടുമല്ല, ന്യൂ മീഡിയ ഒട്ടുമല്ല. അതുകൊണ്ട് ജഡതയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് കണക്ക് കാണിച്ചിട്ട് പോവുക, ശതമാന കണക്ക് വരെ പറഞ്ഞു കളയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം
സർവേകളുടെ വിശ്വാസ്യതയെ കെടുത്തുന്നു. അത് വാസ്തവത്തിൽ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള അവസ്ഥയിലായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായിട്ട് വല്ല അക്കാഡമിക് സർവേ ആരെങ്കിലും നടത്താൻ ചെന്നാൽ പോലും ജനങ്ങളത് വിശ്വസിക്കാത്ത അവസ്ഥയിൽ എത്തിപ്പോകും. ചുരുക്കത്തിൽ ഈ സമയകാലത്ത് നടന്ന സർവേകളൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. നമ്മുടെ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഞങ്ങളുടെ വ്യൂവേഴ്സ് ഇത് കാണാൻ പോകുന്ന ആൾക്കാർക്ക് സാർ കൊടുക്കുന്ന ഒരു ഉപദേശമാണ്, ഡോണ്ട് ടേക്ക് ദ പ്രീ പോൾ സർവേ സീരിയസ്. ദേ സഫർ ഫ്രം എ ക്രെഡിബിലിറ്റി ക്രൈസിസ്. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ അതുപോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഏജൻസി വരണം. ഞങ്ങൾ എങ്ങനെയാണ് സർവേ ചെയ്തത്, എത്ര വോട്ടേഴ്സിനെ കണ്ടു, സാമ്പിളിംഗ് എങ്ങനെ ചെയ്തു, മെത്തഡോളജി എങ്ങനെയാണ്, ചോദ്യങ്ങളുടെ പ്രസക്തി എന്തൊക്കെയാണ്, അതനുസരിച്ച് നിങ്ങൾ എത്ര ടേബിൾസ് ഉണ്ടാക്കി, പട്ടികകൾ തയ്യാറാക്കി, അത് വെച്ച് നിങ്ങൾ സീറ്റുകൾ വോട്ട് സീറ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തു. ഇതൊന്നും നമ്മുടെ കാണുന്നില്ല. അതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഡേറ്റ അല്ലാതെ ബാക്കി കാര്യങ്ങളിലൊന്നും വിശ്വാസ്യതയില്ലാത്തത് കൊണ്ടാണ് ഇതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഈ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന സർവേകൾ ഇനി വരും ദിവസങ്ങളിൽ തയ്യാറെടുത്തുകൊള്ളുക. അത് കാണാനും ഞാനിപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ സർവേകളൊന്നും ചെയ്യുന്നില്ല. എനിക്കതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതിനുള്ള മെഷീനറി ഇല്ല, അതിനുള്ള ഫിനാൻസ് ഇല്ല. മറ്റേ ഞാൻ കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വകുപ്പിലെ അധ്യാപകനും പിന്നീട് മേധാവിയൊക്കെ ആയപ്പോൾ എൻ്റെ കയ്യിൽ മെത്തഡോളജി ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ സ്ഥാപനം ഉണ്ടായിരുന്നു, അംഗീകാരമുണ്ടായിരുന്നു, ടൈപ്പ് ഉണ്ടായിരുന്നു CSDS-ഉമായിട്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളെ ട്രെയിൻ ചെയ്യിക്കാൻ ഡൽഹിയിൽ ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ചിവിടെ വന്ന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ട്രെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഒരു 200ഓളം കുട്ടികളെയും ഓരോ സർവേക്ക് ട്രെയിൻ ചെയ്യും. കേരളത്തിൽ തന്നെ കോഴിക്കോട് വെച്ചും കണ്ണൂർ വെച്ചും കൊച്ചിയിൽ വെച്ചും തിരുവനന്തപുരത്ത് വെച്ചും വ്യത്യസ്ത പരിശീലനം കൊടുത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന സർവേ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാണുന്ന സർവേകൾ കാണുമ്പോൾ ദുഃഖം തോന്നുന്നുണ്ട്. ഇല്ല, എനിക്ക് അങ്ങനെയാണ് ഒരു കാര്യം ചോദിക്കുന്നത്. കാരണം ഇപ്പം പല ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേയിലെ ഇത് അവരുടെ ക്രെഡിബിലിറ്റി തന്നെ ബാധിക്കത്തില്ല സർ. അപ്പോൾ അങ്ങനെ ക്രെഡിബിലിറ്റി മോശമാകും, റെപ്യൂട്ടേഷൻ കളഞ്ഞു കുളിക്കേണ്ടി വരും എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവരെന്തിനു പിന്നെ ഈ ഒരു ഇങ്ങനെ ഒരു പിന്നെ ഫേക്ക് ആയിട്ടുള്ളൊരു ഉദ്യമത്തിൽ ഏർപ്പെടുന്നു? എനിക്ക് തോന്നുന്നത് ഈ മാർക്കറ്റിൻ്റെ അട്രാക്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഈ ആഗോളീകരണം വന്നതിന് ശേഷം ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നമ്മൾ നടത്തുന്ന വ്യഗ്രത. പണ്ടൊക്കെ ആണെങ്കിൽ പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാനായിട്ട് ക്വാളിറ്റി വേണം, മിനിമം അഡ്വർടൈസ്മെൻറ്റ് വേണം, ഡിസ്പ്ലേ വേണം. അതേസമയം കൺസ്യൂമർ അത്ര ഫ്രാൻറ്റിക് അല്ല. ഇപ്പോഴങ്ങനെയല്ല, വന്നും പോയി പെട്ടെന്ന് വാങ്ങിച്ച് ഓരോ പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, വേണ്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് മറന്നു പോകും. പുതിയ സർവേ വരും, അപ്പോൾ പഴയതങ്ങ് ഇല്ലാതാവും. ഒരു തവണ നല്ലൊരു തിരിച്ചടി കിട്ടി എല്ലാവരും കളിയാക്കുന്നൊരവസ്ഥ വന്നാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 10 ചാനലുണ്ടെന്ന് ഇരിക്കട്ടെ. 10 ചാനൽ 7 ചാനൽ സർവേക്ക് പോയി. 8ാമത്തെ ചാനൽ പറഞ്ഞ് ഞങ്ങളും കൂടെ ഒരു സർവേ ചെയ്തേക്കാം. ജനങ്ങൾ ഇതിൽ ഏതിനെ വിശ്വസിക്കും? അതെല്ലാം പെട്ടെന്ന് വരും, നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ ഇത് ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യനാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഇത് ഭാവിയിൽ ഇത്തരം സർവേകൾ ആൾക്കാർ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ സിഫോളജി സഫേഴ്സ്. സിഫോളജി എന്ന് പറയുന്നത് വോട്ടിംഗ് ബിഹേവിയറാണ്. ആ ശാസ്ത്രമാണ് ഇവിടെ തകർന്നു പോകുന്നത്. അത് മാധ്യമങ്ങളുടെ കടന്നുകയറ്റവും കമേഴ്ഷ്യൽ ഏജൻസീസിൻ്റെ കടന്നുകയറ്റവും എല്ലാം വന്നപ്പോൾ ഈ സർവേകൾക്ക് അതിൻ്റെ എല്ലാ വിശ്വാസ്യതയും നഷ്ടപ്പെടും. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കൂടെ ആയി കഴിയുമ്പോൾ വാട്സാപ്പ് സർവകലാശാലകൾ എല്ലാം തകിടം മറിയും. മുത്തച്ഛൻ ടാങ്ക് ഓടിച്ചിട്ടുണ്ടോ? ടാങ്ക് ഓടിച്ചിട്ടുണ്ടോന്നോ? മുത്തച്ഛനായിരുന്നു ടാങ്ക് ബറ്റാലിയന്റെ ക്യാപ്റ്റൻ. പീനട്ട് ബട്ടറാ. ഇനി എത്ര വേണമെങ്കിലും ബട്ടർ അടിക്കാം. കൊളസ്ട്രോളോ ട്രാൻസ്ഫാറ്റോ ഇല്ലാത്ത പീനട്ട് ബട്ടർ ഇപ്പോൾ 3 കിടിലൻ രുചികളിൽ. ഹാപ്പി പീനട്ട് ബട്ടർ. എനിക്ക് സാറിന് ചോദിക്കാനുള്ളത്, കാരണം നമ്മുടെ ഈ വ്യൂവേഴ്സിൽ നല്ല ശതമാനം ആൾക്കാർ യങ് വോട്ടേഴ്സ് ആണ്. ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് 4 ലക്ഷത്തിനധികം ഉണ്ടെന്നാണ് ഒരു കണക്ക്. What is your advice to them and what do you say? അവരെങ്ങനെയായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്? Do they vote just like their parents or അവർ വേറെ വ്യത്യസ്തമായിട്ട്? അവർ പുതിയ വോട്ടേഴ്സ് വ്യത്യസ്തമായിട്ട് തന്നെ വോട്ട് ചെയ്യും. പേരൻസ് പറയുന്നത് പോലെ അവർ വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. ഇല്ലെങ്കിൽ തന്നെ കോളേജും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് കൊണ്ട് അവിടെയെല്ലാം വിദ്യാർത്ഥി സംഘടന ഉള്ളത് കൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഇല്ലെങ്കിലും നടന്നു കഴിഞ്ഞു. അപ്പോൾ പേരൻസ് പറയുന്നതിനേക്കാൾ അവർക്ക് അവരുടെ സ്വതന്ത്രമായ അഭിപ്രായമുണ്ട്. ആ സ്വതന്ത്രമായ അഭിപ്രായത്തിൽ അവർ വോട്ട് ചെയ്യും. മാത്രമല്ല, ഈ വോട്ടിങ്ങിനകത്തുള്ള പ്രത്യേകത കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് ഒരു ഫാക്ടറാണ്, നമ്മുടെ ഇൻകം ഒരു ഫാക്ടറാണ്, നമ്മുടെ ജെൻഡർ ഒരു ഫാക്ടറാണ്, നമ്മുടെ പ്രൊഫഷൻ ഒരു ഫാക്ടറാണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു ഫാക്ടറാണ്. ഇപ്പം ഞാൻ പ്രവാസിയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വേറെയാണ്, പ്രവാസി അല്ലെങ്കിൽ വേറൊരു കാഴ്ചപ്പാട് വേറെയാണ്.
അതേപോലെ തൊഴിലില്ലാതെ നീണ്ടകാലം ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന് അയാളുടെ മനസ്സായിരിക്കില്ല ഒരു യങ് ഫ്രഷ് വോട്ടർക്ക്. ഓക്കെ. അപ്പോൾ ചുരുക്കത്തിൽ പേരൻസിനൊന്നും അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഈ ഒരു സെഫോളജിസ്റ്റ് വീണ്ടും എനിക്ക് പറഞ്ഞിട്ട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. 50% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീകളാണ്. ഇപ്പം നമ്മുടെ മൊത്തം വോട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു 51-52% അവരാണ്. ഞാനിന്ന് വായിച്ചു 8 ലക്ഷത്തോളം കൂടുതലാണ്. ആണല്ലോ. മൊത്തം വോട്ടേഴ്സിൽ ആണുങ്ങളെക്കാൾ പുരുഷന്മാരെക്കാൾ 8 ലക്ഷം വോട്ട് സ്ത്രീകൾ. കേരളം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതെ. സെക്സ് റേഷ്യോ വളരെ അനുകൂലമാണ്. ഇതൊക്കെ ആയിട്ട് പോലും വൈ ഈസ് ദാറ്റ് സ്ത്രീകള് മന്ത്രിമാരുടെ എണ്ണം കുറവ്, നിയമസഭാ സാമാജികരുടെ എണ്ണം കുറവ്? ഈ ഒരു ഇരട്ടത്താപ്പ്, ഇതൊരു പാരഡോക്സ് എന്താണ് സർ? അതാണ് ഒരു വൈരുദ്ധ്യം. കേരളം പണ്ടേ തന്നെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സ്ത്രീകൾക്ക് അവരുടെ വളർച്ചയും സ്വാധീനമെല്ലാം കാണുന്നത് കുടുംബത്തിലുണ്ട്, തൊഴിൽ രംഗത്തുണ്ട്, വിദ്യാഭ്യാസത്തിലുണ്ട്. പക്ഷേ രാഷ്ട്രീയം വരുമ്പോൾ അതൊരു പാടെ മാറി ഒരു പുരുഷാധിപത്യ സാഹചര്യമാണ്. ഇപ്പോൾ അടുത്ത 130ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിയുന്നത് ഒരുപക്ഷെ 2031 കൂടിയായിരിക്കും. അതിനുശേഷം 30% സ്ത്രീകൾ അസംബ്ലിയിലും പാർലമെൻറ്റിലും നിർബന്ധമായിട്ടും വരും. അടുത്ത സെൻസസ് കഴിയാനത് കാത്തിരിക്കുകയാണ്. ഭരണഘടനാ ഭേദഗതി പാസ്സായി കഴിഞ്ഞു. സെൻസസ് കൂടെ കഴിഞ്ഞാലേ അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ അടുത്ത ലോക്സഭാ ഇലക്ഷനിലെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിയമത്തിൽ കൂടി മാത്രമേ ഇത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് തൽക്കാലം മാറ്റിവെക്കപ്പെട്ടു. മറ്റത് 33% കൊടുക്കും എന്നൊക്കെ പണ്ട് കോൺഗ്രസും രാജീവ് ഗാന്ധിയും പിന്നീട് സോണിയാഗാന്ധിയൊക്കെ പറഞ്ഞെങ്കിലും രാഷ്ട്രീയത്തിനകത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുള്ള പുരുഷ മേധാവിത്വം അതിനെ തകർത്തു. പക്ഷേ മോദി ഗവൺമെൻറ് അത് പാസ്സാക്കി എടുത്തിട്ടുണ്ട്. ഒറ്റ നിയന്ത്രണമേ ഉള്ളൂ. ആ നിയന്ത്രണം വേറൊന്നുമല്ല, സെൻസസ് കഴിയണം. ഓക്കെ. ആൾറെഡി ലേറ്റ്. 2026 ഈ വർഷമാണ് സെൻസസ് തുടങ്ങുന്നത്. 27 റിസൾട്ട് വരും. അത് കഴിഞ്ഞിട്ട് 31 ഇലക്ഷനിലെങ്കിൽ അത് 31 അസംബ്ലി ഇലക്ഷൻ, പിന്നെ പാർലമെന്റ് ഇലക്ഷൻ 29 അതിൽ വരുമോ എനിക്ക് ചോദ്യം ചോദിക്കാം. അത് പിന്നെ വരാം. 1 ഇന്ത്യ 1 ഇലക്ഷൻ ഒക്കെ നമുക്ക് ചോദിക്കാം. അതെ അത് ഞാൻ ചോദിക്കാം. പക്ഷേ സാറി പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞല്ലേ, ഈ പുരുഷന്മാരെ എന്തിനാ കുറ്റം പറയുന്നത്? സ്ത്രീകളെ സീറ്റ് കൊടുത്താൽ അവർ ജയിച്ചു വരുന്ന പെർസെൻറ്റേജ് വളരെ കുറവാണ്. അപ്പോൾ ഒരു പാർട്ടി എന്തിനാണ് അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്? ഞങ്ങൾ ഭയങ്കര പുരോഗമനവാദിക്കാരാണ്, അതുകൊണ്ട് സ്ത്രീകളെല്ലാം 50% സ്ത്രീകളുണ്ട്. ഈ 50%ൽ തുച്ഛമായിട്ടുള്ള ആൾക്കാർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ആ വിന്നബിലിറ്റി ഫാക്ടർ അല്ലേ സാർ ഒരു പ്രധാന കാരണം? ഇതിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്താൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ സമുദായവും സമൂഹവും വളരെ പുരോഗതി ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല. എന്നാലും അത്യാവശ്യം വൈസ് പ്രസിഡന്റ് വരെയൊക്കെ ആയ കേസുകൾ നമുക്ക് ഉണ്ടല്ലോ. ക്ലിൻ്റൺ അത് അവരൊക്കെ ആയല്ലോ. അങ്ങനെയൊക്കെ ആൾക്കാർ വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെയും പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തി. അവിടുത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്വാധീനമുള്ളത് കൊണ്ട് ജെൻഡർ ഇനിക്വാളിറ്റി ഇല്ല. ഇവിടെ ട്രഡീഷണലി സൊസൈറ്റി ജെൻഡർ അൺഈക്വലാണ്. അപ്പോൾ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് പൊളിറ്റിക്കൽ റിസർവേഷൻ സ്ത്രീകൾക്ക് വേണ്ടത്. ഞാനിത് പിന്തുണയ്ക്കുന്നു. കാരണം അധികാരമുണ്ടെങ്കിലേ ഇത് നേടാൻ കഴിയുള്ളൂ. സ്ത്രീകൾ കൂടുതൽ അസംബ്ലിയിൽ പഞ്ചായത്തിൽ വന്നപ്പോൾ ആദ്യം ഒരുപാട് എതിർത്തു ആൾക്കാർ, ബന്ധുക്കളെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അതൊക്കെ മാറി ഒരു 3rd ടയർ വന്നു. ആ ടയറിൽ പഞ്ചായത്തിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സ്ത്രീകൾ ഇപ്പോൾ ആവശ്യം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒരു 20 വർഷം കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, ഈ ബില്ലിൻ്റെ എഫക്റ്റ് വരും. ധാരാളം ആൾക്കാർ സ്ത്രീകൾ ജനാധിപത്യത്തിൽ, ഭരണ നേതൃത്വത്തിൽ, പാർലമെൻറ്റിലും അസംബ്ലിയിലും ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ സെൻസിറ്റീവായിട്ടുള്ള ജെൻഡർ സെൻസിറ്റീവായ പോളിസികളിൽ അവർക്ക് വ്യക്തമായൊരു നിലപാട് രാഷ്ട്രീയ പാർട്ടിക്കകത്തോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ 2 സ്ഥലത്തും പ്രയോഗിക്കാൻ പറ്റും. സൊസൈറ്റി പേട്രിയാർക്കിലാണ് ഇന്ത്യൻ സൊസൈറ്റി. പൊളിറ്റിക്സിനകത്തും ആ പേട്രിയാർക്കി ഉണ്ട്. അത് മാറണം. മാറിയാലേ സൊസൈറ്റിയിലുള്ള പേട്രിയാർക്കി താഴെ പോകും. ആ പേട്രിയാർക്കി ഈ ഗ്രൗണ്ട് ലെവലിൽ ഇഫക്റ്റീവ് ആവുന്നത് കൊണ്ടായിരിക്കാം, അതിൻ്റെ ഇംപ്ലിക്കേഷൻ ആയിരിക്കും കൂടുതൽ പേരെ ഇവരെ ജയിപ്പിച്ചു വിടാൻ പറ്റാത്തത്. അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. ഓക്കെ സർ, നമ്മൾ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ ഔട്ട്കം പറഞ്ഞില്ലേ, എനിക്ക് അതിനോട് ചോദിക്കാനുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് 2ാമത്തെ ടേമിൽ നടന്ന എല്ലാ ബൈ ഇലക്ഷനിലും ഒരെണ്ണം ഒഴിച്ച് എല്ലാം UDF-നാണ് ജയം ഉണ്ടായത്. ഈ ചേലക്കര ബൈ ഇലക്ഷനിൽ UDF ജയിച്ചില്ല എന്നുള്ളത് അതിന്റെ സൂചന വല്ലതും, അതെന്തെങ്കിലും സൂചനയാണ്? ആ സൂചനയാണല്ലോ പിന്നീട് പഞ്ചായത്തിലും കണ്ടത്. ആന്റി ഇൻകംബൻസി വളരെ ശക്തമാണെന്നുള്ളതല്ലേ. ആ ബൈ ഇലക്ഷൻ ഒരു പാറ്റേൺ ആയിരുന്നല്ലോ.
UDF ഒരു സീറ്റ് പിടിച്ചു, 21 എന്നുള്ള 22 ജയിച്ചു. സ്വന്തം സീറ്റ് നിലനിർത്തിയെന്ന് മാത്രമല്ല UDF അധിക സീറ്റ് കൂടെ പിടിച്ചു. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്തു നന്നായിട്ട്. ചേലക്കരയിൽ പോലും ഭൂരിപക്ഷം ഇടതുപക്ഷ കോട്ടയിൽ കാര്യമായി കുറഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന പഞ്ചായത്തിലും ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. ആൻറ്റി ഇൻകംബൻസി സാർ പറയുമ്പോഴേ ഇറ്റ് അത് അതിൻ്റെ ഫിഗർ ഹെഡ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്ററിനെ എതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ആണോ അത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ആണോ? ഐ വുഡ് സേ ബോത്ത്, രണ്ടുമുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു ഗവൺമെൻറ്റിനെയാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. അതേസമയം ശക്തനായൊരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണെങ്കിൽ ആ സ്ഥാപനവും വ്യക്തിയും അതിനകത്ത് വരും. ഇപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു, മോദി പ്രധാനമന്ത്രിയാണ്, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഹെഡ് പ്രത്യേകിച്ച് അസേർട്ട് ചെയ്യുന്ന ഒരു ലീഡറാണെങ്കിൽ അത് നമ്മുടെ ഫോക്കസിൽ വരും. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ LDF ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പല ആൾക്കാരും പറയുന്നുണ്ട് 140 മണ്ഡലത്തിലും ഫാക്ടറായിട്ട് വരാൻ പോകുന്നത് പിണറായി വിജയനാണ്, മറ്റാരുമല്ല. ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം പല MLA മാരും അവരുടെ പ്രവർത്തനം നല്ലതാണ് എന്ന് LDF വിശ്വസിച്ചുകൊണ്ടാണ് അവരെ വീണ്ടും നിർത്താൻ കാരണമാക്കിയത്. കൂടുതൽ MLA-മാരെ അവർ ഫീൽഡ് ചെയ്യുന്നുണ്ട്. ആൾമോസ്റ്റ് ആൾ, ഒന്നിനും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ അത് കാണിക്കുന്നത് അവരുടെ പോസിറ്റീവ് ഇമേജ് കൊണ്ട് LDF-ന് ഭൂരിപക്ഷം കിട്ടാമെന്നുള്ള കണക്കുകൂട്ടലാണ്. വിജയിക്കുമോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ആ പ്ലാനിങ് അതാണ്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ വികാരമുണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യാൻ ഈ MLA-മാർ വഴി കഴിയും. അതുകൊണ്ട് തന്നെ ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടാക്കാൻ കഴിയും. ശരി, ഇത് രണ്ടുമുണ്ട്. അത് അവരുടെ ഭാഗത്തുനിന്ന് വളരെ ക്ലെവർ മൂവാണ്. ക്ലെവർ, വെരി ഇൻ്റലിജൻറ്റ് മൂവ്, വളരെ ഇൻ്റലിജൻറ്റ് മൂവാണ്. അത് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇന്നിപ്പം തന്നെ TK ഗോവിന്ദൻ തളിപ്പറമ്പില് അയാളുടെ സ്ഥാനം PK ശ്യാമള നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ എതിരായിട്ട് നിൽക്കുന്നു. PK ശശി ഷൊർണൂർ അല്ലേ, പിന്നെ G സുധാകരൻ സാർ, പിന്നെ രാജേന്ദ്രൻ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു CPM നേരിടുന്ന ഒരു മുകുന്ദൻ CPI-യുടെ CC മുകുന്ദൻ CPI-യുടെ ഇത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെരി പെരിഫറൽ ഇഷ്യൂ ആയിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, പെരിഫറൽ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കുറച്ചു കാലമായിട്ട് പാർട്ടിക്കകത്ത് LDF-നകത്ത് ഒരുപാട് എതിർപ്പ് വരുന്നുണ്ട്. പക്ഷേ കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ അച്ചടക്കം ശക്തമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വിളമ്പാൻ വരുന്നില്ല. UDF-ലോ കോൺഗ്രസ്സിലോ ആണെങ്കിൽ അത് എല്ലാ നിമിഷത്തിലും ഒരു ജേർണലിസ്റ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂസൊക്കെ കിട്ടും. ഇത് LDF-ൽ അങ്ങനെ ചോർത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇത് ഒരു അയൺ കർട്ടൻ ഉണ്ടായിരുന്നൊരു കാലഘട്ടമൊക്കെ മാറി. ഇപ്പോൾ കുറച്ചത് ഫ്ലെക്സിബിളായി. അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ട് പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം വന്നു, പുറത്താക്കൽ വന്നു, രാജിവെക്കൽ വന്നു. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇവർ പ്രത്യേക പാർട്ടി ഉണ്ടാക്കുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ KK രമ ജയിച്ച് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പോലും ആ പശ്ചാത്തലത്തിൻ്റെ പിറകിൽ നമ്മൾ പരിഗണിക്കണം. അപ്പോൾ LDF-ൽ നിന്ന് അങ്ങനെ പുറത്തു പോകുന്നവരെ UDF സംരക്ഷിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അസംബ്ലിയിൽ കടന്നുകൂടാൻ പറ്റും. അത് വേറെ കാര്യം. പക്ഷേ ഇതോടൊപ്പം ഇടതുപക്ഷത്തിനകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനും UDF-ന് പറ്റും. അപ്പോൾ അതിനകത്ത് രണ്ട് വിജയമാണ്. ഒരു രാഷ്ട്രീയ വിജയമുണ്ട്, അതേസമയം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഡീഷണൽ വോട്ട്, ഒരു സീറ്റിൻ്റെ ഗുണവും കിട്ടും. ഇത് രണ്ടും UDF ഓപ്പറേറ്റ് ചെയ്യുന്നത് മറുവശത്തുള്ള ഒരു ഏകാധിപത്യ സ്വഭാവത്തിനെതിരെയുള്ള ഒരു ട്രെൻഡായിട്ടാണ്. ഇനി എനിക്ക് ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് സാറ് ഷെയർ ചെയ്യേണ്ടത് ഇലക്ട്രൽ ലാൻഡ്സ്കേപ്പ് ഓഫ് കേരള ഫ്രം നോർത്ത് ടു സൗത്ത്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ്? ഒരു വളരെ ചുരുക്കി പറഞ്ഞാൽ മതി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, പാലക്കാട്. ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് ഈ പ്രാദേശികത്വം എന്ന് പറഞ്ഞൊരു ഘടന ഉണ്ട്. നമ്മൾ അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും. ഉദാഹരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് മലബാർ, മധ്യ കേരളം, തെക്കൻ കേരളം. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിനകത്തൊരു സബ് റീജിയണൽസുമുണ്ട്. ആ സബ് റീജിയണൽസത്തിൻ്റെ സ്വാധീനം രാഷ്ട്രീയത്തിലുമുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ട് മലബാറിൽ മുസ്ലിം ലീഗിന് ചില മേഖലയിൽ ശക്തമായ വേരോട്ടമുള്ളത്? എന്തുകൊണ്ട് മലബാറിൽ CPM-ന് ശക്തമായ പാർട്ടി ഗ്രാമങ്ങളുള്ളത്? അപ്പോൾ ഇന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കുകയായിരുന്നു. കാരണം കോൺഗ്രസ്സിന് 100% ജയിക്കുമെന്ന് പറയാനായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കണ ഒരേ ഒരു സീറ്റുള്ളത് തൃക്കാക്കരയാണ്, പഴയ എറണാകുളം. അവിടെ പോലും ഒരു തവണ പഴയ എറണാകുളത്തിൽ സാനു മാസ്റ്റർ ജയിച്ചൊരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതേസമയം മുസ്ലിം ലീഗിൻ്റെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു 13 മുതൽ 15 നിയോജകമണ്ഡലങ്ങളെങ്കിലും അവർക്ക് സേഫാണ്. ആര് നിന്നാലും ജയിക്കും, പാർട്ടിയുടെ കുത്തക സീറ്റാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള അതിൻ്റെ സോഷ്യോളജി എന്താണ്, പാർട്ടി ഗ്രാമത്തിൻ്റെ സോഷ്യോളജി എന്താണ്? ഇത് രണ്ടും CPM ഒരു ദേശീയ പാർട്ടി ആണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായൊരു പാർട്ടിയാണ്.
കേരളത്തിൻ്റെ പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടെ പാർട്ടിക്ക് മലബാറിലുള്ളതുപോലത്തെ ഒരു വേരോട്ടം ഗ്രാമങ്ങളിൽ മറ്റു മേഖലകളിലില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, റീജിയൻ അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ജോഗ്രഫി എന്ന് പറഞ്ഞാൽ. അത് നമുക്കറിയാവുന്ന കുറച്ച് മണ്ഡലങ്ങളേ ഉള്ളൂ, അത് സെൻട്രൽ കേരളയിലാണ്. അതേസമയം അവർക്ക് പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയിലോ അവിടെയൊന്നും ചെന്ന് ജയിക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരത്തും പേരിന് വേണമെങ്കിൽ നിൽക്കാമെന്നല്ലാതെ അവർക്ക് ശക്തിയില്ല. ഈ സെൻട്രൽ കേരള എക്സ്റ്റെൻഡ് ചെയ്ത് മുമ്പ് ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇരുട്ടി ഇതുപോലുള്ള ചില സ്ഥലങ്ങളിലോട്ട് വ്യാപിച്ചിട്ടുണ്ട്. അതെ, കുടിയേറ്റ കർഷകരുണ്ട്. അവിടെ ഈ വ്യത്യാസങ്ങൾ ചെറുതായിട്ട് ഞാനത് സമ്മതിക്കുന്നു. ഇപ്പം കണ്ണൂരിലൊക്കെ ഉള്ള പ്ലാന്റേഷനിലൊക്കെ കേരള കോൺഗ്രസിന് ചെറിയ സ്വാധീനമുണ്ട്. അതിനപ്പുറം കുറ്റ്യാടി ഫോർ എക്സാമ്പിൾ, അപ്പം അങ്ങനെയുള്ള മേഖലയിൽ കുറച്ച് കുടിയേറ്റ കർഷകരുടെ സ്വാധീനമുണ്ട്. പക്ഷേ ഈ കേരള കോൺഗ്രസ് തന്നെ വളരുംതോറും പിളർന്നോറും വളർന്നതായതോടുകൂടി ഈ CPM-നെ പോലെ മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു റിജിഡിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആൾക്കാർ വാസിലേറ്റ് ചെയ്ത് ചിലപ്പോൾ കോൺഗ്രസ്സിൽ പോകും, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകും. അത് മാറി. ഇപ്പോൾ കേരള കോൺഗ്രസ് ആ നിലയ്ക്ക് എത്ര ഗ്രൂപ്പുകളുണ്ടെന്ന് പോലും നമുക്ക് എണ്ണാൻ പറ്റുന്നില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതൊരു ശക്തി കേന്ദ്രമാണെന്ന് പറയാൻ പറ്റുന്നില്ല. അത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് 65-ലെ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റ് 133 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 20% സീറ്റ് പിടിച്ച പാർട്ടിയാണ്. ഇന്ന് ഈ രണ്ട് മുന്നണികളുടെയും പിറകെ നടന്ന് വളരെ കഷ്ടപ്പെട്ടാലും രണ്ട് കൂട്ടർക്കും കൂടെ 10 സീറ്റ് കിട്ടുന്ന കാര്യം കഷ്ടമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് ശക്തിയല്ല, പഴയ പോലെ ശക്തിയല്ല. ഇത് തന്നെയാണ് BJP-യുടെ കാര്യം പറഞ്ഞാലും. BJP-ക്ക് ഒരു ജോഗ്രഫിയുണ്ട്. BJP കേരളം മുഴുവനുള്ള പാർട്ടിയാണെന്ന് പറയാം. പക്ഷേ BJP എറണാകുളത്ത് ഒട്ടും ശക്തമല്ല, ഇടുക്കിയിലൊട്ടും ശക്തമല്ല, വയനാടൊട്ടും ശക്തമല്ല. പക്ഷേ തിരുവനന്തപുരത്ത് താരതമ്യേന വളരെ ശക്തിയുള്ള പാർട്ടിയാണ്. കാസർഗോഡ്, പാലക്കാട്ടിൻ്റെ ചില പോക്കറ്റുകൾ, അല്ലേ, പത്തനംതിട്ടയിലെ ചില മേഖല. അപ്പോൾ ഈ പാർട്ടികൾക്കും ചില ജോഗ്രഫികളുണ്ട്. അതിന് സോഷ്യൽ ഫാക്ടേഴ്സ് ആയിരിക്കാം കാരണം. സാർ നേരത്തെ ട്രയാങ്കുലർ കോൺടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഫാക്ടർ BJP ഇത് ആരെയായിരിക്കും, ഏത് വോട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്ത് BJP കരസ്ഥമാക്കുക? ആരെയായിരിക്കും ഇത്? ഞാൻ അതിനുള്ള എൻ്റെ മറുപടി ഇതാണ്. രണ്ട് മുന്നണികളെയും തകർത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കൊണ്ടോ BJP-യുടേതായ സ്വന്തമായൊരു മണ്ഡലം ഉണ്ടാക്കി വന്നതാണ് ഈ പാർട്ടി. ഓക്കെ. പ്രത്യേകം തിരഞ്ഞെടുത്ത തക്കാളികളാൽ സമ്പുഷ്ടമായ ഹാപ്പി ടൊമാറ്റോ സോസ്. ഏത് കോമ്പിനേഷനും എത്ര കഴിച്ചാലും മതി വരാത്ത തക്കാളിയുടെ തനത്ത രുചി. ടൊമാറ്റോ ചില്ലി, ടാമറിൻ, റെഡ് ചില്ലി, ഗ്രീൻ ചില്ലി, ഡാർക്ക് സോയ എന്നീ രുചികളിലും ഹാപ്പി സോസസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി. മുൻപ് പറയും 10 കോൺഗ്രസ് വോട്ടുകളിൽ നിന്ന് BJP-യിലേക്ക് 6 എണ്ണം പോകുമെന്ന്. ഇപ്പോൾ ആ കണക്കിൽ ഒരർത്ഥമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വൈരുദ്ധ്യമാണ്. BJP-യുടെയും CPM-ൻ്റെയും ബേസ് ഹിന്ദു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പിന്നെ ആരുടെ വോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കാൻ പറയാൻ പറ്റുമോ? മാത്രമല്ല BJP-യിലെ മെമ്പർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരൊക്കെ CPM-ൽ നിന്നല്ല വന്നത്. വളരുമ്പോഴേ 18 വയസ്സിലെ അല്ലെങ്കിൽ 15 വയസ്സിലെ BJP സിമ്പത്തൈസേഴ്സായിട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ കണക്കനുസരിച്ച് വേണമെങ്കിൽ പറയാം BJP കൂടുതൽ വോട്ട് പിടിച്ചാൽ കോൺഗ്രസ് തോക്കും അല്ലെങ്കിൽ ലെഫ്റ്റ് തോക്കും. ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രയാങ്കുലറാണ്, ട്രൈപോളറാണ്. അതുകൊണ്ട് അവർ ജയിച്ചാലും തോറ്റാലും ഇതുകൊണ്ടാണ് LDF ജയിച്ചത്. ഇവരില്ലായിരുന്നെങ്കിൽ LDF ജയിച്ചേനെ, ഇല്ലെങ്കിൽ ഇവരുണ്ടായിരുന്നെങ്കിൽ UDF ജയിച്ചേനെ. ആ പറയുന്നതിന് പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ക്ഷതമായിരിക്കും ആർക്കായിട്ടുണ്ടാവുന്നത്? UDF-നാണോ LDF-നാണോ? ഇല്ല, അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ LDF-നാണെന്ന് പറയാം, ഹിന്ദു ബേസ് ഉള്ളത് കൊണ്ട്. ഹിന്ദു ബേസ് സെയിം ആയതുകൊണ്ട് ലെഫ്റ്റ് പറയാം. പക്ഷേ ആ പറയുമ്പോഴും മറുവശത്ത് മൈനോറിറ്റി കൺസോളിഡേഷൻ ശക്തമായി നിന്നതുകൊണ്ടല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയ്ക്ക് നോക്കിയാൽ BJP കൂടുതൽ വോട്ട് ഷെയർ നേടിയാൽ അത് LDF-ന് ദോഷം ചെയ്യും. ഓക്കെ. കാരണം ഇവർ രണ്ടുപേർക്ക് ഹിന്ദു ബേസ് ഉണ്ട്. കാരണം ബാക്ക്വേർഡ് കാസ്റ്റ് ഹിന്ദുസ് ഒരു 60-65% ലെഫ്റ്റിലാണ് ഇപ്പോഴും. അതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ലെഫ്റ്റിന് നഷ്ടപ്പെട്ട ചില വോട്ടുകൾ BJP-യിലേക്ക് വന്നത്. അപ്പോൾ BJP വളർന്നതിനകത്ത് ലെഫ്റ്റിൽ നിന്നും OBC വോട്ട് ഷെയർ BJP-യിലേക്ക് മാറി എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഹിന്ദു വോട്ട്സ് ഇല്ലേ? ഉണ്ടല്ലോ. അപ്പോൾ അപ്പർ കാസ്റ്റ് ഹിന്ദുസ് എടുത്ത് നോക്കിയാൽ അതിലെ ക്രിട്ടിക്കൽ മാസ് ബേസ് BJP-യിലാണ്. ഇപ്പം നായേഴ്സ്, നമ്പൂതിരി, പക്ഷേ അവർ എണ്ണത്തെ കുറവാണ്. അതിലൊരു ചെറിയൊരു ഭാഗം CPM-ലും ഉണ്ട്, കോൺഗ്രസ്സിലുണ്ട്. പക്ഷേ OBC ഫാക്ടറിലേക്ക് വന്നാൽ കോൺഗ്രസ്സിന് അത്ര ശക്തിയില്ല. ലെഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് BJP-യാണ്. ഓക്കെ. അപ്പോൾ അവിടെയാണ് ആ കോമ്പറ്റീഷൻ കൂടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ BJP വോട്ട് ഷെയർ കൂട്ടുകയാണെങ്കിൽ അത് പരോക്ഷമായിട്ട് ലെഫ്റ്റിന് ദോഷം ചെയ്യാം. മറുവശത്ത് കോalition പൊളിറ്റിക്സിനകത്ത് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ഒറ്റക്കെട്ടായി കേരള കോൺഗ്രസ് ക്രിസ്ത്യൻ ഫാക്ടറും മുസ്ലിം ഫാക്ടറും ഒരുമിച്ച് വരികയാണെങ്കിൽ
കോൺഗ്രസ് പോലെ ഒരു സെക്യുലർ പാർട്ടി ഇത് രണ്ടിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു പക്ഷേ അത് UDF ഗുണം ചെയ്യും. 10 വർഷത്തെ ഈ പ്രതിപക്ഷത്തിരുന്നത് കൊണ്ട് ഈ മൈനോറിറ്റി കൺസോളിഡേഷന് ഭയങ്കര സ്കോപ്പ് ഈ പ്രാവശ്യം ഉണ്ട്. ഞാൻ സമ്മതിക്കുന്നുണ്ട്, സത്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് കമ്മ്യൂണിറ്റി വരണ്ടേ? അത് സ്പ്ലിറ്റായി പോവുകയല്ലേ ലെഫ്റ്റിലും BJPയിലും. താങ്കൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അതാണ്. മെജോറിറ്റി കൺസോളിഡേഷൻ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് കൊണ്ടുപോകേണ്ട ആൾ BJP ആണ്, അതല്ലെങ്കിൽ ശക്തമായ ലെഫ്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ വോട്ട് ട്രാൻസ്ഫർ ലെഫ്റ്റും BJPയും തമ്മിൽ നടക്കുന്നില്ലല്ലോ, നടക്കാൻ പാടില്ല, ഐഡിയോളജിക്കലി ഫാക്ടറല്ല. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ വലിയ പ്രസക്തി ഇല്ലാത്തതാണ്. കാരണം ഒരു 51% ഹിന്ദു പോപ്പുലേഷൻ കേരളത്തിലില്ല. ആ വസ്തുത ഏതാണ്? കാരണം നമ്മളിപ്പോൾ അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുമ്പോൾ, പൊതുവിൽ നോക്കുമ്പോൾ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി 27% ഉണ്ടെന്ന് സെൻസസിൽ കാണിക്കുന്നുണ്ട്, 18% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയപ്പോൾ തന്നെ 45% ആയി. ഇതിലൊന്നും പെടാതെ ഈ ദളിത് ക്രിസ്ത്യൻസ് ഒരു ഫാക്ടറുണ്ട്. അതിൻ്റെ സെൻസസും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മുടെ ആരുടെ കയ്യിലും ഇല്ല. പക്ഷേ അവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷെഡ്യൂൾ കാസ്റ്റ് ആണ്. ഷെഡ്യൂൾ കാസ്റ്റുകളെല്ലാം ടെക്നിക്കലി ഹിന്ദുസാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ കോൺട്രഡിക്ഷൻ ഇതാണ്. ടെക്നിക്കലി അവർ ഹിന്ദുസാണ്, പക്ഷേ SC കാരണം ഇല്ലെങ്കിൽ അവർ റിസർവേഷൻ പോകുന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. പക്ഷേ ആ 10%-നകത്ത് ഇപ്പോൾ ഈവൻ ഒരു 4 to 5% ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് 22 to 23 ആയി മാറും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 51 to 50% ഹിന്ദുസ് ഉള്ളൂ കേരളത്തിൽ. അപ്പോൾ ഹിന്ദുസ് നോർത്ത് ഇന്ത്യയിലെ പോലെ ഒരു ബ്രൂഡ് മെജോറിറ്റി ഇല്ല, അത് കുറഞ്ഞു വരികയാണ്. ഒരുപക്ഷെ അതും BJPയുടെ വളർച്ചയ്ക്ക് കാരണമാക്കിയിരിക്കാം. ഭരണം ഇല്ലാത്തത് മാത്രമല്ല, പബ്ലിക് പോളിസീസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ന്യൂനപക്ഷങ്ങൾ അതിൻ്റെ ഗുണം കൂടുതൽ കൊണ്ടുപോകുന്നു എന്നുള്ള ആക്ഷേപം അത് കൂടുതൽ ചാമ്പ്യൻ ചെയ്ത് ഒരുപക്ഷെ BJP അത് ക്യാമ്പയിൻ ചെയ്ത് കാണും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് ആ വോട്ടുകളൊക്കെ കുറച്ചൊക്കെ BJPയിലേക്ക് പോകും. ഇതൊക്കെ പറഞ്ഞാലും സാറും ഞാനും ബാക്കിയുള്ളവരൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വോട്ടിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ നോക്കുന്ന ആരാ? 3 കാൻഡിഡേറ്റ് ഉണ്ട്. അതെ. ഇതിൽ ജയസാധ്യതയുള്ള ആരാണെന്ന് നോക്കിയിട്ട് ആ തേർഡ് ഫാക്ടറിനെ നമ്മൾ വിസ്മരിക്കത്തില്ലേ? ഇതിനെ സാധാരണ പൊളിറ്റിക്കൽ സയൻസിൽ പറയുന്നത് ബാൻഡ് വാഗൺ എഫക്റ്റ് എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ബാൻഡ് വാഗൺ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും ഇവർ ജയിക്കും, എന്നാൽ എൻ്റെ വോട്ട് അവർക്ക് കൊടുക്കാം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടോ? കാരണം ഇത്രയും കമ്പീറ്റ് ചെയ്യുന്ന 3 വൈരുദ്ധമായ മുന്നണികളുള്ളപ്പോൾ ഇതിലേത് മുന്നണിക്ക് എന്തായാലും ഈ മുന്നണി ജയിക്കും എന്നാൽ ഞാൻ അവർക്ക് കൊടുക്കും, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഉണ്ടായിരുന്നൊരു കാലഘട്ടം കാണുമായിരുന്നിരിക്കും. പക്ഷേ ഇപ്പോൾ കോമ്പറ്റീഷൻ വളരെ ക്ലോസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ട്രെൻഡ് വലുതായിട്ട് വരത്തില്ല. മുമ്പൊക്കെ ഉള്ളതുപോലെ BJP ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് കുറച്ച് വോട്ട് മറ്റേ പ്രബലമായിട്ട് ഇപ്പോൾ എനിക്ക് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം മനസ്സിലായി. കാരണം വോട്ട് ട്രാൻസ്ഫർ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. വോട്ട് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ളതാണ്. അത് മൈക്രോ ലെവലിൽ ഓരോ നിയോജകമണ്ഡലങ്ങളിലും നടക്കാവുന്നൊരു സംഗതിയാണ്. അതിൻ്റെ ഉദാഹരണമാണ് മഞ്ചേശ്വരം. മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരം കാസർഗോഡ് ഈ 2 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് BJP 2ാം സ്ഥാനത്താണ്. കാരണം വോട്ട് ട്രാൻസ്ഫർ ഉണ്ട്. ആ വോട്ട് ട്രാൻസ്ഫർ മിക്കവാറും ലെഫ്റ്റ് അത് UDF കൊടുക്കും, തിരിച്ച് UDF ലെഫ്റ്റിലേക്ക് വരില്ല. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 2 സീറ്റ് സാക്രിഫൈസ് ചെയ്യുന്നത് മതേതരത്വത്തിനാണ്. അതുകൊണ്ട് BJP തോൽപ്പിച്ചു. അങ്ങനെ ഒരു വിശാല താല്പര്യം അക്രോസ് കേരള ചിലപ്പോൾ നടന്നു പോയാലോ? അങ്ങനെ പോയാൽ UDF മൃഗീയ ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ വരാം. അല്ല, അതിനു വേണ്ടിയുള്ള വളർച്ചയൊന്നും BJPക്ക് ആയിട്ടില്ല. BJP അതിനു വേണ്ടിയുള്ളൊരു വളർച്ചയിൽ എത്തിയിട്ടില്ല. ഈ BJP ശക്തമാവുന്നിടത്ത് വോട്ട് ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ടാണ് UDF അതിൻ്റെ ഗുണം കിട്ടുന്നത്. അപൂർവമായിട്ട് ലെഫ്റ്റിനും കിട്ടുന്നു. ഇപ്പോൾ നിയമം ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ഇലക്ഷനിൽ മുരളീധരൻ വന്ന് നിന്നതുകൊണ്ട് അതിൻ്റെ ഗുണം ശിവൻകുട്ടിക്ക് കിട്ടി. അപ്പോൾ വാസ്തവത്തിൽ മുരളീധരൻ സഹായിച്ചത് ശിവൻകുട്ടിയാണ് കുമ്മനത്തെ തോൽപ്പിക്കാൻ വേണ്ടി. മനസ്സിലായില്ല? ആ പൊളിറ്റിക്സിനെ പറയുന്നത് വോട്ട് ട്രാൻസ്ഫർ എന്നാണ്. പക്ഷേ ഇത്തവണത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 3 പേർക്കും പ്രസ്റ്റീജ് മത്സരമായതുകൊണ്ട് ഇവരാർക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്യും. കാരണം അറ്റ് ദെയർ ഓൺ കോസ്റ്റ് ആർക്ക് വോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ അവരുടേതായ നഷ്ടത്തിലേ സംഭവിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള എപ്പോഴും നാഷണൽ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വോട്ട് ടേൺ ഔട്ട് അതിനേക്കാളൊക്കെ മുകളിലാണ്. വളരെ സത്യം. പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ 99 സീറ്റോടുകൂടി അല്ലേ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിന് മുമ്പ് നടന്ന 2016 ഇലക്ഷൻ അന്ന് കിട്ടിയ വോട്ടർ ടേൺ ഔട്ടിനേക്കാളും കുറവായിരുന്നു. The polling percentage of this government was less. അപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജിലുള്ള ഫ്ലക്ച്വേഷൻ ആരെങ്കിലും പ്രത്യേകിച്ച് സഹായിക്കുമോ? ഇവർക്കും സഹായമില്ലാതെ അതെ, അത് മുമ്പ് ഈ തിയറി വളരെ ശക്തമായിരുന്നു. ഇപ്പോഴും അതിന് ക്രെഡിബിലിറ്റി ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം വോട്ടേഴ്സ് നിസ്സംഗതരാകുമ്പോൾ
അതിൻ്റെ നഷ്ടം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വരാം. മറ്റൊന്ന്, ഒരു ചില ആൾക്കാർ വിചാരിക്കണം ഇത്തവണ ഈ ഗവൺമെൻറ്റിനെ മാറ്റിയേ പറ്റൂ. അങ്ങനെ ഒരു ആവേശം നടത്തി കഴിഞ്ഞാൽ പോളിംഗ് കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ വോട്ട് ഫോർ സോഷ്യൽ ചേഞ്ച് എന്നോ വോട്ട് ഫോർ പൊളിറ്റിക്കൽ ചേഞ്ച് എന്നോ അതിനുവേണ്ടി ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുമ്പോൾ അത് പോളിംഗ് കൂട്ടാനും മാറി നിൽക്കുകയാണെങ്കിൽ കുറയാനും. അപ്പോൾ ഇതിനെ വോട്ടർ അപ്പത്തി എന്നാണ് പറയുന്നത്. അപ്പാത്തി, നിസ്സംഗതയെ, അതുണ്ട് ചില ഭാഗങ്ങളിൽ, ചില മണ്ഡലങ്ങളിലൊക്കെ അത് വരും. പോളിംഗ് കുറയും. പോളിംഗ് കുറഞ്ഞാലും ചില പാർട്ടികൾക്ക് ഗുണമാണ്. പോളിംഗ് കൂടുമ്പോഴാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ബാൻഡ് വാഗൺ എഫക്റ്റ്. ആ ബാൻഡ് വാഗൺ എഫക്റ്റിലാണ് ആ തള്ളിച്ചയിൽ ഇത്തവണത്തെ മാറ്റം വേണമെന്ന് പറഞ്ഞ് ഇന്ന് വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്നവർ പോലും ഒരു മുന്നണിയിലേക്ക് അങ്ങ് ചേക്കാം. പോളിംഗ് കുറഞ്ഞാൽ കാഡർ പാർട്ടിക്ക് അത് മെച്ചം ഉണ്ടാവത്തില്ലേ? അതെ 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 അത് പഴയ തിയറിയാണ്, ഇപ്പോഴും റിലവൻ്റ് ആണ്. കാഡർ ബേസ്ഡ് പാർട്ടി. അതെ അതെ അത് കാഡർ ബേസ്ഡ് പാർട്ടീസ് ആകുമ്പോൾ ഇവിടെ ലെഫ്റ്റും പിന്നെ NDA-യുമാണ്. അതെ, കോൺഗ്രസ് ആണ് കുറച്ചൊരു ലൂസ്. അതെ, കോൺഗ്രസ് കേഡറും അല്ല, ഇറ്റ്സ് എ മാസ് പാർട്ടി, ഒരു ഇലക്ടറൽ പാർട്ടി. ലൂസാണ്. കാരണം ഒരു ക്രിട്ടിക്സ് ഒക്കെ പറയുന്ന ഒരു ആൾക്കൂട്ട ജനാധിപത്യമാണെന്ന്. കേഡർ പാർട്ടിയല്ല. കേഡറൈസേഷന് ശ്രമിച്ചു നോക്കി, നടന്നില്ല. സുധാകരനും ആഗ്രഹം ഉണ്ടായിരുന്നു സെമി കേഡർ പാർട്ടിയാണ്. അപ്പോൾ അത് നടന്നില്ല. മാത്രമല്ല കോൺഗ്രസ് ഒരു ലൂസ് ഓർഗനൈസേഷനായി. അതിനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് അത് ജയിക്കും തോക്കും രണ്ടും ചെയ്യും. അതുകൊണ്ട് അത് അപ്രത്യക്ഷമാവില്ല. രണ്ടിനുള്ള കഴിവുമുണ്ട്. ഓക്കെ, ഈ ചുരുങ്ങിയ കാലമായതുകൊണ്ട് ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു കാൻഡിഡേറ്റിന് ചെലവാക്കാൻ പറ്റുന്ന പൈസ എന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപ അല്ലേ? ഈ സാറിനും അറിയാം, എല്ലാവർക്കും അറിയാം, ഇത് 40 അല്ല, അതിന്റെ എത്രയോ മടങ്ങാണ്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം, നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സാധാരണക്കാരുടെ കയ്യിൽ പല ജോലികളും ഇതുമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കാശ് പോക്കറ്റിൽ വരും ഇല്ലേ? അവർ പല ജോലിയും ഫ്ലെക്സ് ചെയ്യുന്നതിനാണ്. അപ്പം ഇതൊരു വേറൊരു സമാന്തര ഇക്കോണമിയിൽ അത് ഇങ്ങനെ വരികയാണ്. പറയുന്നത് ഇതാണ്, അതായത് ഇലക്ഷനിൽ ബ്ലാക്ക് മണി വരുന്നു, അത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ആണ് അധികാരത്തിൽ വരുന്ന സമയത്ത്. പക്ഷെ ഇത് കുറഞ്ഞു പോകും. ഈ മൂന്നാഴ്ച ആയതുകൊണ്ട് സ്പെൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കുറവ്. ആ നിലയ്ക്ക് നല്ലതല്ലേ? പണം അത്രയും ബ്ലാക്ക് മണി സമൂഹത്തിൽ ഇറങ്ങുള്ളൂ. സൊസൈറ്റിക്ക് ഗുണമല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇൻഫോർമൽ മണി വരുന്നില്ല. ഈ അൺഅക്കൗണ്ടഡ് ലിക്വിഡ് മണിയൊക്കെ പിന്നെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കണ്ടിരിക്കും. അത് നമുക്കറിയില്ല അതിൻ്റെ. പക്ഷേ ബ്ലാക്ക് മണി ഇലക്ഷനിൽ കണ്ടുപിടിക്കാൻ ഗവൺമെൻറ്റിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. ഇനിയിപ്പം കോഡ് ഓഫ് കോണ്ടക്ട് വന്നുകൊണ്ട് എപ്പോഴും വേണോ ചെക്ക് ചെയ്യാം, എവിടെ വേണോ ചെക്ക് ചെയ്യാം. വാട്ടർ ഷെഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, 2027 സെൻസസ് വരുന്നു. മോഡിജിയുടെ വലിയ താല്പര്യത്തിലാണ് രാംനാഥ് കോവിന്ദ് വന്നിട്ട് വൺ ഇന്ത്യ വൺ ഇലക്ഷന് വേണ്ടി there is a high level committee. ഓക്കെ, 2027 സെൻസസ് വെച്ചിട്ട് ലോക്സഭ കോൺസ്റ്റിറ്റ്യുവൻസീസ് റീഡ്രോ ചെയ്യുകയും അവരൊരു വൺ ഇന്ത്യ വൺ ഇലക്ഷന് പോവുകയാണെങ്കിൽ പെർഹാപ്സ് ദിസ് ഈസ് ദ ലാസ്റ്റ് അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള വേർ യു ഹാവ് ഗോട്ട് ലോക്സഭയിലേക്ക് ഒന്നും അസംബ്ലിയിലേക്ക് വേറൊന്നും. അങ്ങനെ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു സംവിധാനം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ഈ ലോക്സഭയിലേക്ക് വിടാൻ വേറൊരു താല്പര്യവും അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വേറൊരു പ്രയോറിറ്റിയും, ആ രണ്ട് പ്രയോറിറ്റീസും ഇനി ഏകീകരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ആ അവസാനം പറഞ്ഞ കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, വൺ നേഷൻ വൺ ഇലക്ഷൻ അപ്രായോഗികമാണ്, ഇല്ലോജിക്കലാണ്, ആൻറ്റി ഫെഡറലാണ്. ഓക്കെ, ഞാൻ അതിനെ വിമർശിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഫെഡറൽ തത്വത്തിന് എതിരാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. രണ്ട്, താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ എനിക്ക് പഞ്ചായത്തിൽ അസംബ്ലിയിൽ വോട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയ മനഃശാസ്ത്രമുണ്ട്. പാർലമെൻറ്റും അതും കൂടെ വരുമ്പോൾ ഏതെങ്കിലും ഒന്നേ അവിടെ പ്രിവെയിൽ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു വലിയൊരു രാജ്യത്ത് ഈ ഡൈവേഴ്സിറ്റി പൊളിറ്റിക്സിലും വേണം. അത് നശിപ്പിക്കുന്നത് ഫെഡറൽ വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാപരമായി നിൽക്കുകയില്ല. കോടതി ഇതിനെ അസാധുവായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ബില്ല് പാസ്സായിട്ടില്ല ഇതുവരെ. അത് കമ്മിറ്റികളൊക്കെ വിട്ടതേ ഉള്ളൂ. ലോക്സഭയിലും രാജ്യസഭയിലും സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു കഴിഞ്ഞു. പക്ഷേ സെലക്ട് കമ്മിറ്റി ഇതിന് അസംബ്ലിയിൽ ബില്ല്, പാർലമെന്റ് ബില്ലായിട്ട് വന്ന് സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും പാസ്സാക്കുമ്പോൾ പ്രസിഡന്റ് ഒപ്പോഴുമ്പോഴേ നിയമമാവുള്ളൂ. അപ്പോഴും കോടതി ചലഞ്ച് ചെയ്യും. എൻ്റെ ഒരു തോന്നൽ നിയമവിരുദ്ധമായതുകൊണ്ട് കോടതി തന്നെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് എൻ്റെ അനാലിസിസ്. അതാണ്. മാത്രമല്ല അത് ഫെഡറൽ തത്വത്തിനെതിരാണ്. ഇപ്പം നമ്മൾ അടുത്ത 3 ആഴ്ച ഭയങ്കര പ്രസംഗങ്ങളും കവല പ്രസംഗങ്ങളും കണ്ടമാനം അതായിരിക്കും. ബട്ട് സർ, ദ ഫൈനൽ സ്ക്രിപ്റ്റ് will be written by the voter.
2,70,00,000 വരുന്ന കേരളത്തിലെ വോട്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. അവരുടെ ജനാധിപത്യത്തിൽ വോട്ടറാണ് പരമാധികാരം. അതൊന്നുകൂടി തെളിയിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ്. Thank you so much. Till we meet, this is John Mary.